ഇപ്പോൾ നമ്മൾ CV കണ്ടുപിടിച്ചു. Next, let's find out coefficient of discharge CD. Coefficient of discharge CD. അപ്പോൾ ഈ എക്സ്പെരിമെന്റൽ സെറ്റപ്പിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നു, ഓറിഫിസ് ടാങ്കിൽ നിന്ന് വരുന്ന വാട്ടറിനെ നമ്മൾ മെഷറിംഗ് ടാങ്കിനകത്തോട്ട് കളക്ട് ചെയ്തു. ഫോർ എ ടൈം T സെക്കൻഡ്സ്. അപ്പോൾ എത്ര ടൈമിലേക്കാണ് കളക്ട് ചെയ്യുന്നത്? ഒരു T സെക്കൻഡ്സ് നമ്മൾ വാട്ടർ കളക്ട് ചെയ്യും. കളക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ മെഷറിംഗ് ടാങ്കിലെ റൈസ് ഓഫ് വാട്ടർ എത്രയാണെന്ന് നോട്ട് ചെയ്യും. എന്ത് നോട്ട് ചെയ്യുന്നു? റൈസ് ഓഫ് വാട്ടർ നമ്മൾ നോട്ട് ചെയ്യും. അപ്പൊ എന്താണ് ചെയ്യുന്നത്? ഓറിഫിസ് ടാങ്കിൽ നിന്ന് ഫ്ലോ ചെയ്ത് വരുന്ന വാട്ടറിനെ മെഷറിംഗ് ടാങ്കിൽ ഒരു T സെക്കൻഡ്സിലേക്ക് കളക്ട് ചെയ്യുന്നു. ആ T സെക്കൻഡ്സിൽ ഉണ്ടാകുന്ന റൈസ് ഓഫ് വാട്ടർ നമ്മൾ നോട്ട് ചെയ്യും. അപ്പൊ ആക്ച്വൽ ഡിസ്ചാർജ് എത്രയായിരിക്കും? ആക്ച്വൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത് വോളിയം ഓഫ് വാട്ടർ കളക്റ്റഡ് ഇൻ ദ മെഷറിംഗ് ടാങ്ക് ബൈ ടൈം റിക്വയർഡ്. വോളിയം ഓഫ് water collected by time required. അതായത് വോളിയം ഓഫ് വാട്ടർ കളക്റ്റഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഏരിയ ഓഫ് മെഷറിംഗ് ടാങ്ക് ഇൻറ്റു റൈസ് ഓഫ് വാട്ടർ. ഏരിയ ഓഫ് മെഷറിംഗ് ടാങ്ക് ഇൻറ്റു ഏരിയ ഓഫ് മെഷറിംഗ് ടാങ്ക് ഇൻറ്റു rise of water divided by time required. Divided by time required. അപ്പോൾ ഇതാണ് ആക്ച്വൽ വെലോസിറ്റി. ആക്ച്വൽ വെലോസിറ്റി അല്ല, സോറി, ആക്ച്വൽ ഡിസ്ചാർജ്. ആക്ച്വൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത് ഏരിയ ഓഫ് മെഷറിംഗ് ടാങ്ക് ഇൻറ്റു റൈസ് ഓഫ് വാട്ടർ ഡിവൈഡഡ് ബൈ ടൈം റിക്വയർഡ്. അതുപോലെ തിയറിറ്റിക്കൽ ഡിസ്ചാർജ് എന്തായിരിക്കും? ഏരിയ ഓഫ് ഓറിഫിസ് ഇൻറ്റു തിയറിറ്റിക്കൽ വെലോസിറ്റി റൂട്ട് ഓഫ് 2gh. റൂട്ട് ഓഫ് 2gh. അപ്പോൾ CD എത്ര വരും? Q actual divided by Q theoretical. CD will be Q actual divided by Q theoretical. ഇനി ഇപ്പൊ നമുക്ക് CD കിട്ടി. നമ്മൾ നേരത്തെ CV കണ്ടുപിടിച്ചു, റൂട്ട് ഓഫ് x²/4yh. അങ്ങനെയാണെങ്കിൽ CC എത്ര വരും? നമുക്കറിയാം CD is equal to CC into CD. അപ്പോൾ നമുക്ക് CVയും CDയും നമ്മൾ എക്സ്പെരിമെന്റലി കണ്ടുപിടിച്ചു. അപ്പോൾ ഇനി അതിൽ നിന്നും CC എങ്ങനെ കിട്ടും? CD/CD. CC എങ്ങനെ കിട്ടും? CD/CD. ഇങ്ങനെയാണ് ഹൈഡ്രോളിക് കോഎഫിഷ്യൻസ് എക്സ്പെരിമെന്റലി കണ്ടുപിടിക്കുന്നത്. അപ്പോൾ CD കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ മെഷറിംഗ് ടാങ്കിൽ നമ്മൾ ഫോർ പർട്ടിക്കുലർ ടൈം T സെക്കൻഡ്സിൽ വരുന്ന റൈസ് ഓഫ് വാട്ടർ നോട്ട് ചെയ്യും. അല്ലെങ്കിൽ മെഷറിംഗ് ടാങ്കിൽ എത്രയെങ്കിലും റൈസ് ഓഫ് വാട്ടർ വരാൻ എടുക്കുന്ന സമയം നോക്കാം. അപ്പോൾ നമുക്ക് ആക്ച്വൽ വെലോസിറ്റി കിട്ടും, വോളിയം ഓഫ് വാട്ടർ കളക്റ്റഡ് ബൈ ടൈം റിക്വയർഡ്. അതെങ്ങനെയാണ്? ഏരിയ ഓഫ് മെഷറിംഗ് ടാങ്ക് ഇൻറ്റു റൈസ് ഓഫ് വാട്ടർ ഡിവൈഡഡ് ബൈ അത്ര റൈസ് വരാൻ എടുക്കുന്ന ടൈം. അത് നമുക്ക് ആക്ച്വൽ ഡിസ്ചാർജ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഏരിയ ഓഫ് മെഷറിംഗ് ടാങ്ക് ഇൻറ്റു റൈസ് ഓഫ് വാട്ടർ ബൈ ടൈം റിക്വയർഡ്. അതായത് ഒരു പർട്ടിക്കുലർ റൈസ് ഓഫ് വാട്ടർ ഉണ്ടാവാൻ എത്ര സമയം എടുത്തു, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈമിൽ എത്ര റൈസ് ഓഫ് വാട്ടർ ഉണ്ടായി, അതാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ ഏരിയ ഓഫ് മെഷറിംഗ് ടാങ്ക് ഇൻറ്റു റൈസ് ഓഫ് വാട്ടർ ഡിവൈഡഡ് ബൈ ടൈം റിക്വയർഡ് വിൽ ഗിവ് യു ദി ആക്ച്വൽ ഡിസ്ചാർജ്. whereas theoretical discharge എന്ന് പറയുന്നത് ഏരിയ ഓഫ് ഓറിഫിസ് ഇൻറ്റു തിയറിറ്റിക്കൽ വെലോസിറ്റി റൂട്ട് ഓഫ് 2gh. അപ്പോൾ നിങ്ങൾ ആക്ച്വൽ ഡിസ്ചാർജ് ഡിവൈഡഡ് ബൈ തിയറിറ്റിക്കൽ ഡിസ്ചാർജ് എടുത്തു കഴിയുമ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് CD കിട്ടുന്നു. ഇനി CC കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ CVയും CDയും കണ്ടുപിടിച്ചു, അതിൽ നിന്നും CC കണ്ടുപിടിക്കാം CD/CD. കാരണം എന്താ? കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് ഇസ് ഈക്വൽ ടു കോഎഫിഷ്യന്റ് ഓഫ് contraction into coefficient of velocity. ഇതാണ് experimental determination of hydraulic coefficients of an orifice.
Next is loss of head in orifice flow. Loss of head in orifice flow. നേരത്തെ ഫിഗറിൽ തന്നെ നമ്മൾ രണ്ട് സെക്ഷൻ കൺസിഡർ ചെയ്യണം. ഒന്ന്, you have to consider a point. Let O be the pointed free surface of water in the orifice tank and point in the jetted vena contractor. അപ്പം ഓയും സി സിയും രണ്ട് പോയിന്റ്സ് കൺസിഡർ ചെയ്യണം. O എന്ന് പറയുന്നത് ഫ്രീ സർഫസിൽ വരുന്ന പോയിന്റും സി സി എന്ന് പറയുന്നത് വെന കോൺട്രാക്ടറിൽ വരുന്ന ഒരു പോയിന്റ്. അപ്പോൾ ആ രണ്ടിലും വരുന്ന ഓരോ പോയിന്റ് കൺസിഡർ ചെയ്യുക. ഇനി ഹെഡ് ലോസ് കണ്ടുപിടിക്കാൻ we will be applying Bernoulli's equation between these two points. ഒരു പോയിന്റ് വരുന്നത് ഓയിലും ഒരു പോയിന്റ് വരുന്നത് സി സിയിലും. OO at CC, point 2 at CC. നമ്മൾ Bernoulli's equation അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ Bernoulli's equation അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും? PO by rho G plus BO square by 2G plus ZO is equal to PC by rho G plus PC square by 2G plus ZC plus head loss. ഇങ്ങനെയാണ് Bernoulli's equation അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. At points 1 and 2, where point 1 is at O and point 2 is at C. ഇനി ഇതില് PO by rho G. PO by rho G എന്ന് പറയുന്നത് 0. കാരണം atmospheric pressure head gauge pressure ഗേജിൽ എടുക്കുമ്പോൾ 0. So PO by rho G is 0. അതുപോലെ തന്നെ ഫ്രീ സർഫസ് ഓഫ് വാട്ടറിലെ വെലോസിറ്റിയും 0. ഫ്രീ സർഫസ് ഓഫ് വാട്ടർ ആണ്, അതുകൊണ്ട് വെലോസിറ്റി 0. Then Z0 എന്ന് പറയുന്നത് ഹെഡ് ഓഫ് വാട്ടർ ഇൻ ദ ടാങ്ക് H. അതുപോലെ ZC എന്ന് പറയുന്നത് ZC, കാരണം നമ്മൾ വെന കോൺട്രാക്റ്റഡ് അവിടെയാണ് ഡേ ടൈം കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ZC വിൽ ബി 0. അതുപോലെ PC by rho G again atmospheric pressure ആയതുകൊണ്ട് 0. ഇനി VC എന്ന് പറയുന്നത് ആക്ച്വൽ വെലോസിറ്റി V. അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെ മാറും? H is equal to 0 plus 0 plus H is equal to 0 plus V square by 2G plus 0 plus head loss. ഈ ഇക്വേഷൻ ഇങ്ങനെ മാറും. 0 plus 0 plus H is equal to, or head loss is equal to H minus V square by 2G. Head loss is equal to H minus V square by 2G. അതെങ്ങനെ വരും? That is H into 1 minus V square by 2G H. ഇനി തിയററ്റിക്കൽ വെലോസിറ്റി എന്താണ്? റൂട്ട് ഓഫ് 2GH. അപ്പോൾ ഇതിന്റെ സ്ക്വയർ എടുത്താലോ, തിയററ്റിക്കൽ വെലോസിറ്റിയുടെ സ്ക്വയർ എടുത്താൽ 2GH എന്ന് വരും. അപ്പോൾ ഹെഡ് ലോസ് എത്രയാണ്? H into 1 minus V square by, ഇവിടെ 2GH എന്ന് പറയുന്നത് V theoretical square, or head loss is equal to H into 1 minus V എന്ന് പറയുന്നത് ആക്ച്വൽ വെലോസിറ്റി. അപ്പോൾ ആക്ച്വൽ വെലോസിറ്റി ബൈ തിയററ്റിക്കൽ വെലോസിറ്റി എന്താണ്? V actual by V theoretical എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് വെലോസിറ്റി CV. അതിന്റെ സ്ക്വയർ ആണ് ഇവിടെ. സോ H minus CV
square. ഇതാണ് equation for head loss. Head loss is equal to h into 1 minus cv square. നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ here we consider 2 points, one on the free liquid surface and the other one in the jet set vena contracta. അപ്പോൾ free liquid surfaceൽ pressure head PO by rho g, atmospheric pressure head ആയത് 0. അടുത്ത free surfaceലാണ് velocity 0. അടുത്ത datum head എന്ന് പറയുന്നത് head of water in the tank h എന്ന് തന്നെ എടുക്കും. സിമിലർലി അപ്പുറത്തെ സൈഡിൽ അതായത് പോയിന്റ് 2 എടുക്കുമ്പോൾ ഡേറ്റം നമ്മൾ വെന കോൺട്രാക്റ്റിലൂടെ പാസ് ചെയ്യുന്നതായിട്ട് എടുക്കുന്നുണ്ട്. ഡേറ്റം ഹെഡ് ഇസ് എറ്റ് 0. അവിടെയും അറ്റ്മോസ്ഫറിക് പ്രഷർ ആയതുകൊണ്ട് PC by rho g പ്രഷർ ഹെഡ് വീണ്ടും 0. വെലോസിറ്റി വെന കോൺട്രാക്റ്റ് ആണ് ആക്ച്വൽ വെലോസിറ്റി. അപ്പോൾ നമ്മളത് v തന്നെ എടുത്തു. അപ്പോൾ ബെർണോളിസ് ഇക്വേഷൻ എങ്ങനെ മാറും? PO by rho g plus VO square by 2g plus h0 is equal to PC by rho g plus VC square by 2g plus ZC plus head loss. അതെങ്ങനെ മാറുന്നു? 0 plus 0 plus h equal to 0 plus v square by 2g plus 0 plus head loss. അപ്പോൾ head loss എന്ന് പറയുന്നത് h minus v square by 2g. h കോമൺ ആയിട്ട് എടുക്കുമ്പോൾ 1 minus v square by 2g എന്ന് കിട്ടും. നമുക്കറിയാം തിയററ്റിക്കൽ വെലോസിറ്റി റൂട്ട് ഓഫ് 2gh. അപ്പോൾ തിയററ്റിക്കൽ വെലോസിറ്റിയുടെ സ്ക്വയർ ആണ് 2gh. അപ്പോൾ ഇവിടെ എന്ത് വരുന്നു? v square by v theoretical square എന്ന് കിട്ടും. നമുക്കറിയാം റേഷ്യോ ഓഫ് ആക്ച്വൽ വെലോസിറ്റി ടു തിയററ്റിക്കൽ വെലോസിറ്റി ഈസ് കോഎഫിഷ്യന്റ് ഓഫ് വെലോസിറ്റി സീരീസ്. അപ്പോൾ ഈ ടേം എങ്ങനെ മാറും? v square by vth the whole square വരും. That is cv square എന്ന് കിട്ടും. Therefore head loss is equal to h into 1 minus cv square. Head loss is equal to h into 1 minus cv square. Now let us do a problem. The head of water over an orifice of diameter 100 mm is 10 meter. The water coming out from the orifice is collected in a circular tank of diameter 1.5 meter. The rise of water level in the circular tank is 1 meter in 25 seconds. Also, the coordinates of a point P on the jet measured from vena contracta are 4.3 meter horizontal and 0.5 meter vertical. Find the hydraulic coefficients of the orifice. Question വായിച്ചിട്ട് തന്നിരിക്കുന്ന കാര്യങ്ങൾ എഴുതിയിടാം. Head of water over an orifice of diameter 100 mm is 10 meter. Head of water 10 meter. Orifice diameter 100 mm or 0.1 meter. Diameter of the tank 1.5 meter. Rise of water 1 meter. അതിന് വേണ്ട ടൈം 25 seconds. പോയിന്റ് P യുടെ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. x എന്ന് പറയുന്നത് 4.3 meter, y എന്ന് പറയുന്നത് 0.5 meter. ഹൈഡ്രോളിക് കോഎഫിഷ്യൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഹൈഡ്രോളിക് കോഎഫിഷ്യൻസ്. അപ്പോൾ ഏരിയ ഓഫ് ഓറിഫിസ് എത്രയാണ്? ഓറിഫിസ് ഏരിയ equal to 5/4 into d square, that is 5/4 into 0.1 square. അതുപോലെ ഏരിയ ടാങ്ക് ഏരിയ (5/4 into d square, capital D square, that is 1.5 square, 1.767 meter square.
തിയറിറ്റിക്കൽ വെലോസിറ്റി ഓഫ് ദ ജെറ്റ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 2gh. എത്ര വരും? റൂട്ട് ഓഫ് 2 ഇൻറ്റു 9.81 ഇൻറ്റു 10, 14 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ തിയറിറ്റിക്കൽ ഡിസ്ചാർജ് എത്ര വരും? തിയറിറ്റിക്കൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത് a ഇൻറ്റു റൂട്ട് ഓഫ് 2gh, ദാറ്റ് ഇസ് 0.00785 ഇൻറ്റു 14, 0.1099 മീറ്റർ പെർ സെക്കൻഡ്. അതാണ് തിയറിറ്റിക്കൽ ഡിസ്ചാർജ്. ഇനി ആക്ച്വൽ ഡിസ്ചാർജ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഏരിയ ഓഫ് ടാങ്ക് ഇൻറ്റു റൈസ് ഓഫ് വാട്ടർ ബൈ ടൈം. ഏരിയ ഓഫ് ടാങ്ക് എന്ന് പറയുന്നത് 1.767 ഇൻറ്റു റൈസ് എത്രയാണ്? 1 മീറ്റർ ബൈ 25 സെക്കൻഡ്സ്. അപ്പോൾ എത്ര വരും? a into y by t, 0.0707 meter cube per second. അപ്പോൾ coefficient of discharge CD is equal to Q actual by Q theoretical, that is 0.0707 by 0.1099, 0.643 എന്ന് കിട്ടും. CD is root of x square by 4yh, that is root of 4.3 square by 4 into 0.5 into 10, 0.962. This is here. CC എന്ന് പറയുന്നത് CD by C, that is 0.643 by 0.962, 0.668. നമ്മൾ എന്താ ചെയ്തത്? നമുക്ക് ഹെഡ് ഓവർ ദ ടാങ്ക് തന്നിട്ടുണ്ട്, ഡയമീറ്റർ ഓഫ് ഓറിഫിസും ഡയമീറ്റർ ഓഫ് കളക്ടിംഗ് ടാങ്ക് തന്നു, റൈസ് ഓഫ് വാട്ടറിന്റെ കളക്ടിംഗ് ടാങ്ക് തന്നു. അവിടെ അത്ര റൈസ് ഉണ്ടാകാൻ എടുക്കുന്ന ടൈം കിട്ടി. പിന്നെ ഒരു പോയിന്റ് ജെറ്റിൽ കൺസിഡർ ചെയ്തു. അതിന്റെ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഡിസ്റ്റൻസസ് ഫ്രം വെന കോൺട്രാക്റ്റേയും ഉണ്ട്, എക്സും വൈ. അപ്പോൾ നമ്മൾ ആദ്യം ഓറിഫിസിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നു. സ്മോൾ എ ഇസ് ഈക്വൽ ടു പൈ ബൈ 4 ഇൻറ്റു ഡയമീറ്റർ സ്ക്വയർ. അതുപോലെ ടാങ്കിന്റെ ഏരിയ സർക്കുലർ ടാങ്ക് ആയിട്ട് പൈ ബൈ 4 ഇൻറ്റു ഡയമീറ്റർ സ്ക്വയർ. ഇനി തിയറിറ്റിക്കൽ വെലോസിറ്റി കണ്ടുപിടിക്കാം, റൂട്ട് ഓഫ് 2gh. തിയറിറ്റിക്കൽ വെലോസിറ്റി കണ്ടുപിടിച്ചാൽ തിയറിറ്റിക്കൽ ഡിസ്ചാർജ് കണ്ടുപിടിക്കാം, ഏരിയ ഓഫ് ഓറിഫിസ് ഇൻറ്റു തിയറിറ്റിക്കൽ വെലോസിറ്റി. അതാണ് a ഇൻറ്റു റൂട്ട് ഓഫ് 2gh. ഇനി ആക്ച്വൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത് ഏരിയ ഓഫ് കളക്ടിംഗ് ടാങ്ക് ഇൻറ്റു റൈസ് ഓഫ് വാട്ടർ ഇൻ ദ കളക്ടിംഗ് ടാങ്ക് ബൈ ടൈം ടേക്കൺ, ദാറ്റ് ഈസ് 1.767 ഇൻറ്റു 1/25. ഈ കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് എന്താണ്? Q ആക്ച്വൽ ബൈ Q തിയററ്റിക്കൽ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കുമ്പോൾ 0.643 എന്ന് വരും. കോഎഫിഷ്യന്റ് ഓഫ് വെലോസിറ്റി ഈസ് റൂട്ട് ഓഫ് x സ്ക്വയർ ബൈ 4yh, ദാറ്റ് ഈസ് എക്സിന് 4.3, വൈക്ക് 0.5, എച്ചിന് 10. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 0.962 എന്ന് കിട്ടും. കോഎഫിഷ്യന്റ് ഓഫ് കോൺട്രാക്ഷൻ CC is equal to CD by CV. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സോൾവ് ചെയ്യുമ്പോൾ you will get 0.668. Now next question. A 4 centimeter diameter orifice in the vertical side of a tank discharges water. The water surface in the tank is at a constant level of 2 meters above the center of the orifice. If the head loss in the orifice is 0.2 meter and the coefficient of contraction can be assumed to be 0.63, estimate the values of coefficient of velocity and coefficient of discharge. And second part is discharge through the orifice.
second part is discharge through the orifice. അപ്പോൾ diameter of orifice തന്നിട്ടുണ്ട്. Diameter of orifice തന്നിട്ടുണ്ട് 4 centimeter. Water surface in the tank is at a constant level of 2 meter above the center of orifice. That is H equal to 2 meter. Head loss തന്നിട്ടുണ്ട് 0.2 meter. Coefficient of contraction 0.63 ആണ്. നമുക്ക് ആദ്യം coefficient of velocity യും coefficient of discharge യും കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കും? Head loss തന്നിട്ടുണ്ട്. So head loss is equal to h into 1 minus cv square. Substitute ചെയ്തേ. 0.2 is equal to 2 into 1 minus cv square. അപ്പോൾ cv എത്ര കിട്ടും? 0.949. The coefficient of velocity. ഇനി coefficient of discharge എന്ന് പറയുന്നത് coefficient of velocity into coefficient of contraction is 0.949 into 0.63. എത്ര വരുന്നു? 0.598. ഇനി actual velocity is coefficient of velocity into theoretical velocity, that is 0.949 into root of 2 into 9.81 into h 2. Theoretical velocity ആണ് root of 2gh. അത് into coefficient of velocity ചെയ്യുമ്പോൾ നമുക്ക് actual velocity കിട്ടും. 5.938 meter per second. Theoretically, we actually കിട്ടി. ഇനി area of we actually കിട്ടി. നമുക്ക് വേണം actual discharge വേണം. അത് നമുക്ക് theoretical discharge കണ്ടുപിടിക്കാം. Theoretical discharge is equal to A. Area of orifice നമുക്ക് തന്നിട്ടുണ്ടോ? അറിയാം. Diameter of orifice അറിയാവുന്നതുകൊണ്ട് area of orifice into root of 2gh. അത് എത്ര വരും? 5/4 into 0.04 square into 5.938 എന്ന് വരും. സോൾവ് ചെയ്യേണ്ട, അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ആക്ച്വൽ ഡിസ്ചാർജ് എത്രയാണ്? Coefficient of discharge into theoretical discharge, that is 0.598 into 5/4 into 0.04 square into 5.938. എത്ര വരും നോക്കാം. 4.699. ഇതാണ് സെക്കൻഡ് പാർട്ട് ഓഫ് യുവർ ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് ഡിസ്ചാർജ് ത്രൂ orifice. ഇതാണ് ഡിസ്ചാർജ് ത്രൂ orifice. ഇതാണ് ഡിസ്ചാർജ് ത്രൂ orifice. ഇവിടെ നമുക്ക് ഹെഡ് ലോസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഹെഡ് ലോസ് ഇസ് ഈക്വൽ ടു h into 1 minus cv square എന്നറിയാം. അതിൽ നിന്ന് നമുക്ക് cv കണ്ടുപിടിക്കാം, കോഎഫിഷ്യന്റ് ഓഫ് വെലോസിറ്റി.
കോഎഫിഷ്യന്റ് ഓഫ് കോൺട്രാക്ഷൻ തന്നിട്ടുണ്ട്, സി ഡി കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് സി ഡി കണ്ടുപിടിക്കാം, സി ഡി ഇൻറ്റു സി സി. ഇനി തിയറിറ്റിക്കൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത് ഏരിയ ഓഫ് ഓറിഫിസ് ഇൻറ്റു തിയറിറ്റിക്കൽ വെലോസിറ്റി റൂട്ട് ഓഫ് 2gh. അത് നമ്മൾ കണ്ടുപിടിക്കുന്നില്ല, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെക്കുന്നേ ഉള്ളൂ. അപ്പോൾ ആക്ച്വൽ ഡിസ്ചാർജ് അല്ലെങ്കിൽ ഫ്ലോ ത്രൂ ദി ഓറിഫിസ് എന്ന് പറയുന്നത് സി ഡി ഇൻറ്റു തിയറിറ്റിക്കൽ ഡിസ്ചാർജ്. സി ഡി എന്താണ്? ക്യൂ ആക്ച്വൽ ബൈ ക്യൂ തിയറിറ്റിക്കൽ. അപ്പോൾ ക്യൂ ആക്ച്വൽ സി ഡി ഇൻറ്റു ക്യൂ തിയറിറ്റിക്കൽ, ദാറ്റ് ഈസ് 0.598 ഇൻറ്റു സി ഡി ഇൻറ്റു ക്യൂ തിയറിറ്റിക്കൽ, അതായത് 5/4 ഇൻറ്റു 0.04² ഏരിയ ഓഫ് ഓറിഫിസ് ഇൻറ്റു റൂട്ട് ഓഫ് 2gh. അത് 5.938 എന്ന് കിട്ടി. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 4.699 ഇൻറ്റു 10⁻³ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ആക്ച്വൽ ഡിസ്ചാർജ് ആണ് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന ഡിസ്ചാർജ് ത്രൂ ഓറിഫിസ്. ഹൈഡ്രോളിക് കോഎഫിഷ്യൻസ് സി വിയും സി ഡിയും ആദ്യം കണ്ടുപിടിച്ചു. Now next question. A vessel has two identical orifices A and B with identical values of CV provided in one of its vertical sides at depth HA and HB below the liquid surface in the tank, respectively. Show that the point of intersection of the two jets is HB below orifice A and HA below orifice B. Further, find the distance of the point of intersection from the plane of the orifices. Read the question carefully and draw the figure. A vessel has two identical orifices A and B with identical values of CV provided in one of its vertical sides at depths HA and HB below liquid surface in the tank respectively. Show that point of intersection is HB below orifice A and HA below orifice B. Further, find the distance of point of intersection from the plane of the orifice. This is point of intersection